നമസ്കാരം. എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗുരുവായൂർ ക്ഷേത്രത്തോളം തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു ക്ഷേത്രമാണ് മമ്മിയൂർ മഹാദേവ ക്ഷേത്രം. മലയാളികളുടെ വിശ്വാസത്തിൽ മാറ്റി നിർത്തുവാൻ കഴിയാത്ത സാന്നിധ്യമാണ് ഗുരുവായൂരപ്പൻ്റേത്. എന്നാൽ ഗുരുവായൂർ ക്ഷേത്ര ദർശനം പൂർത്തിയാകണമെങ്കിൽ മമ്മിയൂർ ക്ഷേത്രം കൂടി സന്ദർശിക്കണം എന്നാണ് വിശ്വാസം. 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നായി വിശ്വസിക്കപ്പെടുന്ന ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയത് പരശുരാമനാണെന്നാണ് വിശ്വാസം. ഗുരുവായൂർ ക്ഷേത്രത്തിന് വളരെ അടുത്ത് തന്നെ, അതായത് നടന്നു പോകാവുന്ന ദൂരത്തിൽ തന്നെയാണ് മമ്മിയൂർ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പണ്ട് കാലങ്ങളിലൊന്നും ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തിയാൽ മമ്മിയൂർ ക്ഷേത്രത്തിലും ദർശനം നടത്തണം എന്നുള്ളത് പലർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പലരും ആ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് അറിയാനും വൈകി എന്ന് വേണം പറയാൻ. എന്നാൽ ഇന്ന് മമ്മിയൂർ ശിവക്ഷേത്രത്തെ പറ്റി ജനങ്ങൾ അറിയുകയും ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്ന് തൊഴുതു കഴിഞ്ഞാൽ അതേപോലെ തന്നെ മമ്മിയൂർ ശിവക്ഷേത്രത്തിലും ദർശനം നടത്തുന്നതായിട്ടും കാണുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് മമ്മിയൂർ ശിവക്ഷേത്രത്തെക്കുറിച്ചാണ്. ആ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകൾ, സവിശേഷതകൾ, അതുപോലെ തന്നെ പ്രാധാന്യം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. മഹാദേവനെ മമ്മിയൂരപ്പനായി ആരാധിക്കുന്ന ഈ ക്ഷേത്രം തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്ന് തന്നെയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ സമയത്ത് മമ്മിയൂരപ്പൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നതായാണ് ഐതിഹ്യങ്ങൾ പറയുന്നത്. ശിവകുടുംബ സാന്നിധ്യമുള്ള അപൂർവ ക്ഷേത്രം കൂടിയാണ് മമ്മിയൂർ മഹാദേവ ക്ഷേത്രം. മമ്മിയൂരപ്പനായി ആരാധിക്കുന്ന ശിവനാണ് ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ. പാർവതീദേവിയും അദ്ദേഹത്തിൻ്റെ വലതുവശത്ത് ഗണപതിയും അയ്യപ്പനും ഇടതുവശത്ത് സുബ്രഹ്മണ്യനും വാഴുന്നു എന്നാണ് വിശ്വാസം. ഇതിന് തൊട്ടടുത്തായി തന്നെ മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യവും കാണാനായിട്ട് സാധിക്കും. ദ്വാരകയിൽ ശ്രീകൃഷ്ണൻ പൂജിച്ചിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന വിഗ്രഹമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ദ്വാപരയുഗത്തിൻ്റെ അവസാനം ഭഗവാൻ സ്വർഗാരോഹണത്തിനൊരുങ്ങുമ്പോൾ തൻ്റെ ഭക്തനായ ഉദ്ധവരോട് താൻ പൂജിച്ച വിഗ്രഹമൊഴികെ മറ്റെല്ലാം നശിക്കുന്ന ഒരു പ്രളയം 7 ദിവസം കഴിഞ്ഞുണ്ടാകുമെന്നും അതിൽ രക്ഷപ്പെടുന്ന വിഗ്രഹം ദേവഗുരുവായ ബൃഹസ്പതിയെയും വായുദേവനെയും ഏൽപ്പിക്കണമെന്നും അറിയിച്ചു. അങ്ങനെ കടലിൽ നിന്നും എടുത്ത വിഗ്രഹം ഉദ്ധവർ ദേവഗുരുവായ ബൃഹസ്പതിയെയും വായുദേവനെയും ഏൽപ്പിക്കുകയും അതുമായി അവർ പ്രതിഷ്ഠിക്കുവാൻ യോജിച്ച സ്ഥലം അന്വേഷിച്ചു പോവുകയും ചെയ്തു. യാത്രാമധ്യേ ഭാർഗവ ക്ഷേത്രത്തിൽ ഒരിടത്തെത്തിയപ്പോൾ അവിടെ പാർവതീ പരമേശ്വരന്മാരുടെ താണ്ഡവ നൃത്തം ഇവർ ദർശിക്കുകയുണ്ടായി. തുടർന്ന് പാർവതീ പരമേശ്വരന്മാരുടെ അനുമതിയോടെ വിഗ്രഹം അവിടെ തന്നെ പ്രതിഷ്ഠിച്ചു. ഗുരുവായ ബൃഹസ്പതിയും വായുദേവനും ചേർന്ന് മഹാവിഷ്ണു പ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഗുരുവായൂരും അവിടുത്തെ പ്രതിഷ്ഠ ഗുരുവായൂരപ്പനുമായി മാറി. ഈ പുണ്യമുഹൂർത്തത്തിൽ പങ്കെടുത്ത പാർവതീ പരമേശ്വരന്മാർ പിന്നീട് ശക്തി പഞ്ചാക്ഷരി ധ്യാന രൂപത്തോടെ മമ്മിയൂരിൽ സ്വയംഭൂവായി അവതരിച്ചു എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഗുരുവായൂർ ദർശനം പൂർത്തിയാകണമെങ്കിൽ മമ്മിയൂരപ്പനെയും കാണണമെന്നാണ് വിശ്വാസം. ഗുരുവായൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മമ്മിയൂർ നേരിട്ട് പോയി തൊഴുതു പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അതിന് പരിഹാരമുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഭഗവതി നടയിൽ തൊഴുതു പ്രദക്ഷിണം വെച്ച് ശ്രീകോവിലിൻ്റെ വടക്കു കിഴക്കേ മൂലയിലെത്തുമ്പോൾ വടക്ക് പടിഞ്ഞാറു ഭാഗത്തേക്ക് നോക്കി തൊഴുതു പ്രാർത്ഥിക്കുന്നത് മമ്മിയൂരപ്പനെ ധ്യാനിച്ചാണെന്നാണ് വിശ്വാസം. ഇങ്ങനെ ചെയ്താൽ മമ്മിയൂർ ദർശനത്തിൻ്റെ പുണ്യവും ഫലവും ലഭിക്കും. ആ ഒരു ഭാഗത്ത് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലായിട്ട് തന്നെ ഈ ഒരു കാര്യം എഴുതി വച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചുകൊണ്ട് നിർബന്ധമായിട്ടും ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്ത് സാധിക്കുന്നവരെല്ലാവരും തന്നെ വളരെ അടുത്തുള്ളൊരു ക്ഷേത്രമാണ് മമ്മിയൂർ മഹാദേവ ക്ഷേത്രം. അപ്പോൾ സാധിക്കുന്ന എല്ലാവരും അവിടെയും കൂടെ പോയെന്ന് തൊഴാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഭഗവതി നടയിൽ വെച്ച് ഞാൻ ഈ പറഞ്ഞതുപോലെ ഒന്ന് പ്രാർത്ഥിച്ചാലും മതിയാകും. 3 ഏക്കറോളം വരുന്ന ക്ഷേത്രവളപ്പിലാണ് മമ്മിയൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്ര ഗോപുരത്തിനടുത്തുള്ള ഗണപതിയെ തൊഴുതാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത്. വളരെ സാധാരണമായ ഒരു ക്ഷേത്ര പരിസരമാണത്.
ഇപ്പോൾ അവിടെ കുറച്ച് വർക്കുകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. വിഷ്ണുവിൻ്റെയും ശിവൻ്റെയും നടകൾക്ക് ഒരു നടപ്പുരയാണുള്ളത്. കൊടിയേറി ഉത്സവമില്ലാത്തതിനാൽ ക്ഷേത്രത്തിൽ കൊടിമരമില്ല എന്നതും ഒരു പ്രത്യേകത തന്നെയാണ്. ചതുരാകൃതിയിലുള്ള ശ്രീകോവിലാണ് ഇവിടുത്തേത്. ശ്രീകോവിലുകൾക്കകത്തും 3 മുറികൾ വീതമുണ്ട്. കരിങ്കല്ലിലാണ് ശ്രീകോവിലിൻ്റെ നിർമ്മിതി. ശിവനും വിഷ്ണുവിനും തുല്യ പ്രാധാന്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വടക്കു പടിഞ്ഞാറേ മൂലയിലെ ശ്രീകോവിലിൽ ഭദ്രകാളിയുടെ പ്രതിഷ്ഠയുണ്ട്. വനദുർഗാ സങ്കല്പത്തിലാണ് ഇവിടെ ഭദ്രകാളിയുള്ളത്. ഭദ്രകാളിയുടെ ശ്രീകോവിലിന് മേൽക്കൂരയില്ല എന്നൊരു പ്രത്യേകതയും കൂടെയുണ്ട്. ഇവിടുത്തെ ഭദ്രകാളിയുടെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഒരു പിടക്കോഴി കാലങ്ങളോളം ഇവിടെ ഉണ്ടായിരുന്നു. 2015 ഈ പിടക്കോഴി ചത്തുപോയി. 2 അടി ഉയരം വരുന്ന സ്വയംഭൂവായ ശിവലിംഗത്തിൽ ശിവന്റെ തൃത്തുടയിലാണ് പാർവതിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ദേവിയുടെ പ്രത്യക്ഷീഭാവം പടിഞ്ഞാട്ടാണ്. അതിനാലാണ് ഇവിടെ ശക്തമായ ദേവീ സാന്നിധ്യം വന്നത്. ശിവലിംഗത്തിൽ കിഴക്കോട്ട് ദർശനമായി മമ്മിയൂരപ്പൻ കുടികൊള്ളുന്നു. പാർവതീദേവിക്ക് ഇവിടെ ദിവസവും വിളക്ക് വയ്പുണ്ട്. ദേവിയുടെ അദൃശ്യ സാന്നിധ്യത്തെയാണ് ഇവിടെ ആരാധിക്കുന്നത്. ശിവകുടുംബ സാന്നിധ്യമുള്ളതിനാൽ തന്നെ കൈലാസത്തിന് സമമാണ് ഈ ക്ഷേത്രമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. നിത്യേന 3 പൂജകളുള്ള ക്ഷേത്രമാണ് മമ്മിയൂർ ശിവക്ഷേത്രം. പുലർച്ചെ 4 മണിക്ക് ശംഖനാദത്തോടെ ഭഗവാന്മാരെ പള്ളിയുണർത്തി 4:30 നട തുറക്കുന്നു. നിർമാല്യ ദർശനമാണ് ആദ്യത്തെ ചടങ്ങ്. തുടർന്ന് ശിവഭഗവാനും വിഷ്ണുവിനും എണ്ണയഭിഷേകവും ശംഖാഭിഷേകവും വിഷ്ണു ഭഗവാന് മാത്രം വാകച്ചാർത്തും നടത്തുന്നു. തുടർന്ന് വിഗ്രഹങ്ങൾ അലങ്കരിച്ച് ഇരുവർക്കും മലർ, ശർക്കര, കദളിപ്പഴം എന്നിവ നേദിക്കുന്നു. 5 മണിയോടെ ഗണപതി ഹോമം നടത്തുന്നു. 6:45 ശിവന് ഋഗ്വേദധാരയാണ്. 8 മണിക്ക് ഉഷപൂജ നടത്തുന്നു. 10 മണി തൊട്ട് 11 മണി വരെയുള്ള സമയങ്ങളിൽ മഹാമൃത്യുഞ്ജയ ഹോമം, കറുകഹോമം, തിലകഹോമം, ആയുഷ്യഹോമം തുടങ്ങിയ ഹോമങ്ങളും രാഹുപൂജ, നാഗപൂജ, രക്ഷസ് പൂജ തുടങ്ങിയ പൂജകളും നടത്തുന്നു. തുടർന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെ ഉച്ചപൂജയും നടത്തി 12:30 നടയടക്കുന്നു. വൈകിട്ട് 4:30 വീണ്ടും നട തുറക്കുന്നു. സന്ധ്യയ്ക്ക് സൂര്യാസ്തമയമനുസരിച്ച് ദീപാരാധന നടത്തുന്നു. തുടർന്നാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളായ ഉമാമഹേശ്വര പൂജ, ഭഗവതി സേവ, ദമ്പതി പൂജ എന്നിവ നടത്തുന്നത്. രാത്രി 7:30 അത്താഴപൂജ നടത്തി 8:30 വീണ്ടും നടയടക്കുന്നു. സാധാരണ ദിവസങ്ങളിലെ പൂജാക്രമങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. വിശേഷ ദിവസങ്ങളിലും സൂര്യ ചന്ദ്രഗ്രഹണമുള്ള ദിവസങ്ങളിലും ഇവയിൽ മാറ്റം വരും. ഇനി ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ എന്ന് പറയുന്നത് ഉദയാസ്തമന പൂജ, പ്രദോഷ പൂജ, ഉമാമഹേശ്വര പൂജ, സ്വയംവര പുഷ്പാഞ്ജലി, മൃത്യുഞ്ജയ ഹോമം, മൃത്യുഞ്ജയാർച്ചന, ആയുർസൂക്ത പുഷ്പാഞ്ജലി, രുദ്രസൂക്ത പുഷ്പാഞ്ജലി, കൂവളമാല സമർപ്പണം, ഇതൊക്കെയാണ് പ്രധാന വഴിപാടുകൾ. അതുകൂടാതെയും വഴിപാടുകൾ വേറെയും അവിടെയുണ്ട്. അപ്പോൾ സാധിക്കുന്ന എല്ലാവരും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി കഴിഞ്ഞാൽ മമ്മിയൂർ ക്ഷേത്രത്തിലും കൂടെ ഒന്ന് ദർശനം നടത്താനായിട്ട് ശ്രമിക്കുക. അവിടെ വലിയ തരത്തിലുള്ള ക്യൂ സംവിധാനങ്ങളൊന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് തന്നെ ദർശനം കഴിഞ്ഞ് പുറത്തേക്ക് കടക്കാനായിട്ട് സാധിക്കും. വളരെ കുറച്ച് സമയം മാത്രമേ നിങ്ങൾക്കവിടെ ചിലവിടേണ്ട ആവശ്യം വരുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രമിക്കുക ആ ക്ഷേത്രത്തിലും കൂടെ ഒന്ന് ദർശനം നടത്താനായിട്ട്. തീർച്ചയായിട്ടും നല്ലൊരു എന്താ പറയുക, പോസിറ്റീവ് അന്തരീക്ഷമാണ് അവിടെ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ അത് മനസ്സിലാവും. അപ്പോൾ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യാവുന്നതാണ്. നന്ദി.